ഏയ് നീ അതിന്റെ ഇട കയറി നിൽക്കാതെ ഇങ്ങോട്ട് വന്ന് ഇരിയടേ. ഞാൻ അറിഞ്ഞില്ലടാ ഷൂ കാര്യം ഊരി പോയത്. അറിയൂല, അറിയണമെങ്കിൽ ബോധം വേണം. എനിക്ക് ബോധമില്ലെന്നാ കൊള്ള. എത്ര അടിച്ചാലും ഒരു വിഷയമില്ല എൻ്റെ ഇടയിൽ. ഞാൻ നിൽക്കുന്നെന്താ നീ ഇരിക്കണം അത് വിട്. നീ ഒരു കാര്യം ശ്രദ്ധിച്ച, എന്നാലും അവൾ എന്നെ കണ്ടിട്ട് അയ്യേ ശ്യാമ, അത് ശരിയാണ്? ശരിയല്ല. അത് ഞാൻ ശ്രദ്ധിച്ചാണ് അവൻ അങ്ങനെ സംസാരിക്കുന്നത്. അവളടുത്ത് പോയി ചോദിക്കണം, പിന്നെ എൻ്റെ അടുത്തൊന്ന് ചോദിച്ചാ അത് ബോറല്ലടാ പെണ്ണങ്ങനെ സംസാരിക്കില്ല. ഏതെങ്കിലും ഒരു പെണ്ണങ്ങനെ സംസാരിക്കോളാ. നീ ശരി പ്രേമിക്കുന്നില്ല, ശരി വിട്. നീ ഒരു പയ്യനാണ്, നീ ഒരു ജോലിയുള്ളൊരു ഒരാളാണ്, ബിസിനസ് മാൻ. ഒരു മാഗ്നറ്റാണ് നീ. അവന്റെ അടുത്ത് അപ്പൊ അവന്റെ അടുത്ത് അങ്ങനെ സംസാരിക്കാൻ മോശമല്ലേ അത്? മോശമാണ്, അത് നിനക്ക് മനസ്സിലാവും. എനിക്ക് മനസ്സിലാവും നിന്റെ ഫീലിംഗ്, എനിക്ക് മനസ്സിലാവും. പക്ഷെ അവള് മനസ്സിലാക്കാനാണ് എല്ലാം സംസാരിക്കുന്നത്. ഭയങ്കര മോശം വരുന്നത്. നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ ഇതിലൊരു വഴി കണ്ടുപിടിച്ച് തരണം. ഈ പ്രശ്നം മാറ്റണം. എനിക്ക് സത്യത്തെ അറിഞ്ഞുകൂടാ, നീ എനിക്കിത് ശരിയാക്കി തന്നേ പറ്റൂ. അത് വഴി കണ്ടുപിടിച്ചാൽ ഞാൻ എന്താ പറഞ്ഞില്ലേ? എന്തൊരു പറഞ്ഞു? ചാരു വഴി നമുക്കൊരു വഴി സെറ്റാക്കാം. നടന്നത് തന്നെ പറഞ്ഞേക്കും. പക്ഷെ ഉള്ള വിഷയം തന്നെ നീ ആലോചിച്ച് പോകും. എടാ ഞാൻ ഈ ചാരുവിന്റെ പുറകെ എന്ന് പറഞ്ഞാൽ പട്ടിയെ പോലാണ് നടക്കണം. ഇപ്പോഴും ഞാൻ പട്ടിയെ പോലാണ് നടക്കണം. എല്ലാ ദിവസവും ഞാൻ ചിരിക്കാരിയടാ ഒരു കാര്യം പറയുമ്പോ കേക്ക്. നീ പട്ടിയെ പോലാണ് നടക്കുന്നത്. ഇന്ന് വരെ അല്ലേ പറഞ്ഞുകൂടി, ഇന്ന് വരെ അവള് തിരിച്ച് ഒരു സ്നേഹത്തിന്റെ അമ്മ അല്ല ചേട്ടാ പോട്ട് പവി എങ്ങനെയാണ് ഇഷ്ടം ഉണ്ട്, പക്ഷെ നമുക്ക് ഇന്നൊക്കെ കാരണങ്ങളുണ്ടാണ് നടക്കൂല എന്ന് അവൾക്ക് എന്തെങ്കിലും പറയേണ്ടത്. ഇന്ന് വരെ അവളൊരു അക്ഷരം എൻ്റെ അടുത്ത് മിണ്ടിയിട്ടില്ല. നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നീ വരുമ്പോൾ ഉള്ളതല്ലേ അവള്. ഇന്ന് വരെ അവളൊരു അക്ഷരം എൻ്റെ തിരിച്ച് മിണ്ടിയിട്ടുണ്ടോ? ഞാൻ എന്തിനാണ് ഇങ്ങനെ നടക്കണത്? ഇങ്ങനെ നടക്കണം. അതാണ് എൻ്റെ ഞാൻ എന്തിനിങ്ങനെ നടക്കണം? അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എടാ ഞാൻ എന്റെ വിഷമം പറയാ, എന്റെ പൈസ കൊടുത്ത് ഞാൻ വാങ്ങിച്ച സാധനം നീയും അടിച്ച് നിന്റെ വിഷമം ഇപ്പൊ ഞാൻ കേൾക്കണം. സംഭവം എന്ന് പറഞ്ഞാൽ നിന്റെ വിഷമം എന്ന് പറഞ്ഞാൽ അവന്തി സെറ്റാവുന്നില്ല എന്നുള്ളതല്ലേ. പക്ഷെ അത് ചാരു വഴി നമുക്ക് നീങ്ങാൻ പറ്റും. പോയി നീങ്ങും. നോട്ടെടുത്തു സെറ്റാക്കാനുള്ള കാര്യമില്ല, ഞാൻ ശരിയാക്കി തരാം. കാണാൻ കൂടെ സേർട്ട് എടുക്കണം. എന്തായിരുന്നു ചെന്നാലേ ഐഡിയ വരത്തുള്ളൂ. അതായത് ചെല്ല്, നിനക്ക് എന്താണ് വേണ്ട? അവന്തി സെറ്റാവാൻ വേണ്ടി നിനക്കൊരു ഐഡിയ വേണം. ചാരു വഴി നമ്മൾ നീങ്ങുന്നു. ഞാൻ പറഞ്ഞ പോലെ എന്തോന്നറിയാമോ? കേട്ടോ, ചാരു വഴി നമ്മൾ നീങ്ങുന്നു. ഏത് പെണ്ണും വളരണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. സോഫ്റ്റ് കോർണർ, ഇമോഷണൽ അറ്റാക്ക്. മനസ്സിലായില്ലേ? നമ്മൾ നേരെ ഈ അവന്തിയുടെ അടുത്തേക്ക് ഒരു സാധനം ഇട്ട് കൊടുക്കുന്നു. ഒന്നുമില്ല, നീ ആത്മഹത്യാ ശ്രമം ഒരു സാധനം ഇത്രേ ഉള്ളൂ. നീ ആത്മഹത്യാ ശ്രമം നടത്തുന്നു. ഞാൻ എടുത്ത് ചാരുവിന് എടുത്ത് അയച്ചു കൊടുക്കുന്നു. അത് ഇവള് കൊണ്ട് അവന്തിക്ക് കൊണ്ട് കാണിച്ചു കൊടുക്കുന്നു. ഇവള് നിനക്ക് വേണ്ടി വളയുന്നു, മറ്റേ ഇമോഷണൽ രീതിയിൽ. പെണ്ണിന് വേണ്ടി ചാവോ? നീ ചാവണ്ട എന്റെ പൊന്നളിയ, നീ ചാവണ്ട. നീ ചാവേ വേണ്ട, നീ ഒന്നും ചെയ്യണ്ട. നീ ഒന്ന് അഭിനയിക്കാവോ? ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്ന് തരൂ. ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്ന് തരൂ. പറ്റുന്നില്ല കൊണ്ട് എവിടെ നിന്ന് എടുക്കും? ഇവിടെ നിന്ന് എടുക്കും നമ്മള്. ഞാൻ താഴെ നീ ഇവിടെ നിന്നിട്ട് കാണിച്ചാൽ ഞാൻ എടുത്തോളാം. ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ സെറ്റ് ആയിക്കോളാം. നീ സമാനപ്പെടും. കയറി സംഭവം ആദ്യം പറഞ്ഞ